ഓപ്പറേഷൻ തൂഫാൻ വീശിയടിക്കുകയാണല്ലോ. അപ്പൊ ഇതിന്റെ പേരിലായിട്ട് ഏതാണ്ട് 3000-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അറസ്റ്റ് ചെയ്തവരെ ജയിലുകളിലേക്ക് മാറ്റണമല്ലോ. അതിന് വേണ്ടുന്ന ആ, സ് സംവിധാനം നമ്മുടെ ജയിലുകൾക്കുണ്ടോ, അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് വെറുതെ വിടുകയാണോ ചെയ്യുന്നത്? ഞാനൊന്ന് കണക്ക് വായിക്കട്ടെ ആ, പ്രജിത. ഓക്കെ. രസമാട്ടോ, ഇൻട്രസ്റ്റിംഗ് ആണ്. ആകെ 3687 കേസുകളാണ് തൂഫാൻ എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 3931 ആളുകൾ, അപ്പൊ ചില കേസിൽ രണ്ടുപേരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1813 ഗ്രാം MDMA ആണ് അവരിൽ നിന്നും പിടിച്ചിട്ടുള്ളത്. അപ്പോൾ MDMA കേസുകൾ ആകുമ്പോൾ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. കഞ്ചാവാണെങ്കിൽ അത്, പക്ഷെ MDMA കുറച്ചും കൂടെ വലിയ രാസവസ്തു ആയത് കാരണം അത് നോൺ ബെയിലബിൾ ആണ്. ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. ജയിലിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല. പോകണ്ട, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജയിലില് തടവുകാരിയായിട്ട് കാണാനല്ല, ഞാൻ ഇങ്ങനെ അഭിമുഖം തടവ് പുള്ളികളുമായിട്ട് അഭിമുഖം ചെയ്യാനായിട്ട് കണ്ണൂരിലാണ് ഞാൻ പോയിരിക്കുന്നത് കേട്ടോ, സെൻട്രൽ ജയിലിൽ. ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ സഹപ്രവർത്തകരെ BJP പ്രവർത്തിക്കുമ്പോൾ സഹപ്രവർത്തകരെ കാണുവാൻ വേണ്ടിയിട്ടും ജയിലിൽ പോയിട്ടുണ്ട്. അത് വേറൊരു സ്റ്റോറി കേട്ടോ, അത് നമുക്ക് വേറൊരു ദിവസം ചെയ്യാം ആ സ്റ്റോറി. ഇപ്പൊ തൽക്കാലം ഇതിലേക്ക് വരികയാണെങ്കിൽ കണക്കനുസരിച്ച് നമ്മുടെ കേരളത്തിൽ 57 ജയിലുകളാണുള്ളത്. 4 സെൻട്രൽ പ്രിസൺ ഉണ്ട്, 5 ഓപ്പൺ ജയിലുണ്ട്, 13 ജില്ലകളിൽ 13 സ്പെഷ്യൽ ജയിലുകളുണ്ട്, 3 സ്ത്രീകളുടെ ജയിലുണ്ട്. ആകെ അവിടെ താമസിപ്പിക്കാൻ പറ്റുന്ന തടവ് പുള്ളികളുടെ അല്ലെങ്കിൽ വിചാരണ തടവുകാരുടെ എണ്ണം 7878 പേരെ ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റിയെ ഈ ജയിലുകൾക്കുള്ളൂ, കേരളത്തിലെ ജയിലുകൾക്കുള്ളൂ. 57 ജയിലുകളായിട്ട്. അതിലിപ്പൊ തന്നെ 10800 പേരുണ്ട്. അപ്പോൾ ഏകദേശം 2000-3000 പേരോളം കൂടുതലുണ്ട്. അതിന്റെ കൂടെയാണ് ഈ 3931 ലഹരി ഓപ്പറേഷൻ തൂഫാൻ പ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. അപ്പൊ തൽക്കാലം 7878 പേരെ പാർപ്പിക്കാവുന്ന ജയിലുകളിൽ ഏകദേശം 7000 പേര് എക്സ്ട്രാ ആയിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. അല്ലടാ, ഓൾറെഡി 3000 പേര് എക്സ്ട്രാ ഉണ്ടല്ലോ, 10800 പേര് ഓൾറെഡി ഉണ്ട്. അതിന് പ്ലസ് 4000 പേര്, 3900 എന്ന് പറയുമ്പോഴേക്കും 4000 പേര്, 3931 പേരാണ് MDMA കേസിൽ. 4000 പ്ലസ് ഓൾറെഡി എക്സ്ട്രാ ആയിട്ടുള്ള 3000 കൂടെ കിട്ടുമ്പോൾ 7000 പേര്, 7800 പേരെ താമസിപ്പിക്കാൻ പറ്റും. അതിന്റെ ഡബിൾ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, ഇവരെയൊക്കെ അറസ്റ്റ് ശരിക്കും തന്നെ ജയിലിൽ കൊണ്ടിടുന്നുണ്ടോ, അതോ അറസ്റ്റ് രേഖപ്പെടുത്തി വിടുകയാണോ? അല്ലെങ്കിൽ പരമ്പള്ളി നഗറിലെ പോലീസ് ഓഫീസേഴ്സ് എന്നോട് പലപ്പോഴും പറയുന്നത് പോലെ ജയിലിലെത്തുന്നതിന്, അതായത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പേ ഉന്നതന്മാരുടെ ഫോൺ കോൾ വരും. വഴിയിൽ നിന്ന് തന്നെ ഓരോരുത്തരായിട്ട് വിട്ടയക്കും. തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഞങ്ങളും ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ദിവസം എന്നോട് പറഞ്ഞ മാഡം കയറിക്കോളൂ. എന്ത്? അല്ല, ഞങ്ങൾ പറയുമ്പോൾ മാഡത്തിന് തോന്നും ചുമ്മയാണ്, ഞങ്ങൾ വെറുതെ ഒരു എക്സ്ക്യൂസ് ആണ്. മാഡം കയറി ഇരുന്നോ, എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ മാഡവും ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലാണോ എന്നാണ് ഇവര് ചോദിക്കുന്നത്. ഈ 3900 ആൾക്കാർ ഏത് പ്രിസണിൽ കിടക്കുന്നു, ഏതൊക്കെ പ്രിസണിലാണ്? അതിന്റെ ഒരു തവളപത്രം ഇറക്കണമെന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ തൂഫാൻ വളരെ കറക്റ്റായ കാര്യം. അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനമല്ലേ? മറ്റേ 3900 പേരുടെ കാര്യം നോക്കൂ. സാധാരണ തടവുകാരായിട്ട് ഓൾറെഡി കിടക്കുന്ന ആൾക്കാര് ഒരു ജയിലെന്നൊക്കെ പറഞ്ഞ് ഇത്ര കുടിസ് മുറിയായിരുന്നു. പിന്നെ ഇപ്പൊ വിശാലമാക്കിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. അതിൻ്റെ ഉള്ളിൽ ഇരുന്നും നിന്നൊക്കെയാണ് അവര് കഴിച്ചു കൂട്ടുന്നത്. നിലത്താണ് പായ വിരിച്ച് പലരും കിടക്കുന്നത്. ആ സാഹചര്യത്തില് ഡബിൾ ആൾക്കാർ വരുമ്പോൾ ഓൾറെഡി അവിടെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നുണ്ട്. അതിന്റെ കൂടെയാണ് ഇവരെയും കൂടെ കൊണ്ട് ചെല്ലുമ്പോൾ ഇവരൊരു വല്ലാത്തൊരു ആക്രമാസക്തമായ ഒക്കെ ഒരു മൂഡിലായിരിക്കാം. ഇത് ഉപയോഗിച്ച ആൾക്കാർക്ക് അത് വിഡ്രോ ചെയ്ത് കഴിയുമ്പോൾ പലരും ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കാം. കാരിയേഴ്സ് മാത്രമല്ല, പലരും അതിന്റെ രുചിയും അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതിയും ഒക്കെ അനുഭവിച്ച ആൾക്കാരായിരിക്കാം. അവരുടെ ത്രെറ്റ് ഉണ്ട്. ഇവിടെയുള്ള സാധാരണ തടവുകാരുടെ ജീവന് തന്നെ ത്രെറ്റായി മാറുകയല്ലേ പ്രജ? നമ്മൾ ആ ഒരു ആംഗിളും കൂടെ നോക്കണമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ പാർപ്പിക്കാൻ ഇത്രയധികം പേരെ ഒരു മാസത്തിനുള്ളില് പിടികൂടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മാസം 30 ദിവസം, അപ്പൊ ഒരു ദിവസം 100 പേരെ വെച്ചിട്ട് 110 പേരെ വീതം പിടികൂടിയിട്ടുണ്ട്. അവരെ പാർപ്പിക്കാൻ വേറെ ഒരു ജയില് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. ഒരു ബിൽഡിംഗ് എടുത്തിട്ട് അതിനെ വളച്ചു കെട്ടി എടുത്താൽ മതിയല്ലോ. ഇവരെ സാധാരണ തടവുകാരോടൊപ്പം പാർപ്പിക്കുന്നത് അവരുടെ ആരോഗ്യത്തിന്
ശരിയല്ല, കറക്റ്റായിട്ട് വരുന്നു തോന്നുന്നില്ല. അതൊരു വശം അവിടെ നിൽക്കട്ടെ. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ മകൻ ഒരു ദിവസം എന്നെ വിളിച്ചു, ആന്റി രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാമോ? അങ്ങനെ അറിയുന്നില്ല. അല്ല ഒന്ന് വിളിക്കണം. എനിക്ക് നമ്പറൊന്നും അറിയില്ല, എന്താ മോനെ കാര്യം? അവൻ വളരെ അജിറ്റേറ്റഡ് ആകട്ടോ. നീ നല്ല കാര്യം കാണണം, നീ ഫോണിൽ കൂടെ പറ, പിന്നെ നമുക്ക് കാണണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അവനൊരു ബാറിൽ പോയിരുന്ന് 2 പെഗ്, അവൻ 2 കഴിക്കുള്ളൂ എന്നൊക്കെയാണ് അവന്റെ അമ്മ ഉൾപ്പെടെ എല്ലാരും പറയുന്നത്. ഒരു പെഗ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പോലീസ് തൂഫാൻകാര് കയറി വന്നു. അവനെ കണ്ടാലേ തോന്നൂല, 23 വയസ്സിൽ താഴെയുള്ളവർക്ക് കൊടുക്കരുതെന്നാണ് ചട്ടം. അപ്പൊ അവനെ കണ്ടത് തോന്നൂല. ഇത് കാണിക്കാൻ പറഞ്ഞു, ID കാർഡ് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ ആധാർ കൊടുത്തു. നോക്കിട്ട്, ഇത് പ്രകാരം നീ തന്നെയാണ്, നിന്റെ വയസ്സും ശരിയാണ്, പക്ഷെ നീ ഉണ്ടാക്കിയേക്കണം, ഫോർജ് ചെയ്തേക്ക, വേറൊരെണ്ണം കാണിക്കുന്നു പറഞ്ഞു. അപ്പൊ അവൻ പറയും, ഭാഗ്യത്തിന്റെ അടുത്ത് ഡ്രൈവേഴ്സ് ലൈസൻസും പാൻ കാർഡൊക്കെ ഉണ്ടായിരുന്നു, അത് കാണിച്ചു. ഇതിലും അത് തന്നെയാണല്ലോ, അത് എനിക്ക് ഇത്രയും വയസ്സായിട്ട് നിന്നെ കണ്ടാൽ തോന്നൂലേ? അപ്പൊ അവൻ പറയും, എനിക്കിങ്ങനെ പറയുന്നുണ്ടേ, നിന്റെ പ്രായം തോന്നാത്തത് എന്റെ കുഴപ്പമാണോ സാർ? ചോദിച്ചപ്പോ ഇടി കിട്ടി, അവൻ തൂഫാന് കേട്ടോന്ന് അറിയില്ലോ, മിണ്ടാണ്ട് ഇങ്ങനെ പേടിച്ച് വിറച്ചു നിന്നു. അപ്പൊ അവൻ പറയണത്, രമേശ് ചെന്നിത്തലയോട് പറയണം, ഇതൊരു തരം ഹരാസ്മെന്റ് ആണ്, മദ്യശാലകളിൽ ഞങ്ങൾ കയറിയില്ലെങ്കിൽ അതും പ്രശ്നമല്ലേ? ഇപ്പൊ നമുക്ക് സതീശിന്റെ മദ്യനയത്തെ കുറിച്ച് നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് പറയാം. അപ്പൊ അവൻ പറയുന്നത്, അവൻ എനിക്കൊരു വലിയൊരു ഇൻഫർമേഷൻ തന്നു. ഈ തൂഫാനിൽ പിടിച്ച ഉള്ള പോലീസ് ഓഫീസേഴ്സ് ഈ പ്രായത്തിന് താഴെയുള്ള കുട്ടികളെ ഇതിലേക്ക് കയറ്റി വിടുന്നുണ്ട്, 23 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയറ്റി വിടുന്നുണ്ട്. എൻ്റെ അവിടെ ചെന്നിട്ട് മദ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഉടനെ പോലീസ് കയറിയിട്ട് ആ മദ്യശാലയ്ക്ക്, ബാറിനെതിരെ കേസ് എടുക്കാണ്. എന്തൊരു നല്ല കാര്യമാണെന്ന് നോക്കൂ. അപ്പൊ അതായത് ഒരു ഇൻഫോമർ ആയിട്ട് ഈ കുട്ടികള് പ്രവർത്തിക്കുകയാണ്. 21 വയസ്സാണ് ഈ ആൺകുട്ടി, എന്റെ ഫ്രണ്ടിന്റെ മോൻ തന്നെ എന്നോട് പറഞ്ഞതാണ്, 21 വയസ്സാവാൻ എണ്ണി കാത്തിരിക്കായിരുന്നു. ആ 21 വയസ്സാവാൻ 2 ആഴ്ചക്ക് മുമ്പ് 23 വയസ്സാക്കി കൂട്ടി. അപ്പൊ അവൻ ആകെ ടെൻഷനിലാണ്. അപ്പൊ അതുകൊണ്ട് രമേശ് ചെന്നിത്തല ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ പയ്യൻ പറഞ്ഞത് ഒരു സാന്ദർഭികമായിട്ട് ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ബട്ട് പോലീസ് ഇസ് ഡൂയിങ് എ വെരി വെരി ഡിലിജന്റ് ജോബ്. കൃത്യമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ പനമ്പള്ളി നഗർ, നമ്മുടെ അറ്റ്ലാന്റിസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാറിങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ പോലീസ് ജീപ്പ് മുമ്പിൽ പോണ്ടാന്ന് അവർ നിർത്തുന്നു. ഒരു ലേഡിയും ഒരു പോലീസ് ഓഫീസറും കൂടെ ചാടി ഇറങ്ങി ഓടിപ്പോന്നു. ഞാൻ പറഞ്ഞിരിക്കുവോ, ഉടനെ ഞാനും കാറ് ചവിട്ടി, പോലീസ് ജീപ്പിന്റെ പുറകില് ഞാനും കാറ് ചവിട്ടി ഓടിച്ചെന്നു. പോലീസ് ഓഫീസർ എത്തുന്നു, സാർ എന്താണ് സാർ ഇവിടെ? അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അങ്ങേർക്ക് എവിടെയോ ഈ സ്ത്രീയെ കണ്ട് പരിചയമുണ്ടല്ലോ എന്നൊരു ലുക്ക്. അപ്പൊ പറഞ്ഞല്ല, അവിടെ കുറച്ച് പുകയില വലിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാര് കടയുടെ മുമ്പിൽ കണ്ടു. അപ്പൊ അതിനെ പോയിട്ട് ഞങ്ങൾ ആക്കുകയാണ്. ഞങ്ങൾ അവരെ മാത്രമല്ല, ഏതൊക്കെ കടകളിൽ പുകയില വിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ നിന്നാണല്ലോ സോഴ്സ് ആണല്ലോ ക്ലോസ് ചെയ്യേണ്ടത്. എവിടെ നിന്ന് കിട്ടിയിട്ട് റോഡിൽ നിന്ന് വലിക്കുന്നവർക്കെതിരെ 250 രൂപ ഫൈന്. അത് അവർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നുമല്ല. ഈവൻ പിള്ളേർക്ക് മാത്രമല്ല, വലിച്ച് യൂസ്ഡ് ആയിട്ടുള്ള വലിയ ആൾക്കാർക്ക് പോലും അതൊരു വലിയ കാര്യമല്ല. പക്ഷെ ആ സോഴ്സ് പൊട്ടിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഇല്ലാതെയാകുകയാണെങ്കിൽ അതിനൊരു വ്യത്യാസം വരും അല്ലെ? അപ്പൊ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പോയ 2 പോലീസ് ഓഫീസേഴ്സും വന്നു. ആ ലേഡി പോലീസ് ഓഫീസറും പുരുഷനായ പോലീസ് ഓഫീസറും വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ അവർക്ക് ഇത് എഴുതി കൊടുത്തിട്ടുണ്ട്, കടയുടെ ഓണറിന് നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിന് മേൽ നടപടികൾ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ RC കച്ച കെട്ടിട്ടാണ് രമേശ് ചെന്നിത്തല. അതിനിടയ്ക്ക് നമ്മളുടെ ബഡ്ജറ്റിൻ്റെ അന്ന് ഒരു പ്രശ്നം ഉണ്ടായി. വീര്യം കുറഞ്ഞ മദ്യം ഇറക്കുന്ന എന്തിനാണ്? ഈ UDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ തന്നെയല്ലേ മദ്യശാലകൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമായിരുന്നല്ലോ സുധീരന്റെ നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ ബാറിന്റെ ടൈം കൂട്ടിയെന്നും പറഞ്ഞ് റോഡിലിറങ്ങി എന്തൊരു ബഹളമായിരുന്നു. ഇപ്പോ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മദ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അവര് ഒരു മദ്യനയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഉണ്ടാക്കും. എന്തിനു വേണ്ടിയിട്ടാ? അതിന്റെ അപ്പോ ലിജു മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, അവർ ആരോടും സംസാരിച്ചിട്ടില്ല. ഒരു മന്ത്രിസഭയിലുള്ള കൊളീഗ്സിനോട് ആരോടും സംസാരിക്കാണ്ടാണ് ധനമന്ത്രിയായ VD സതീശൻ ബഡ്ജറ്റിന്റെ അന്ന് ഇങ്ങനെ ഒരു നയപ്രഖ്യാപനം നടത്തിയത്. അപ്പൊ അതിനെക്കുറിച്ചും ജനങ്ങൾക്ക് വളരെ ഉത്കണ്ഠയുണ്ട്. പല മത നേതാക്കന്മാരും പല സാമുദായിക നേതാക്കന്മാരും പരസ്യമായിട്ട് വന്ന് അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കൂടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ യുവതലമുറയെയും മറ്റുള്ളവരെയും ഈ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് ക്ഷീണം പ്രയത്നിക്കും. ഐ എം സോ ഇംപ്രസ് ദ വേ ദേ ആർ ഡൂയിങ്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തറോ കോമ്പിങ്.
അല്ലാണ്ട് ചുമ്മാ കണ്ണിപ്പൊടിയെ വേണ്ടും പേപ്പറിൽ ഒരു ന്യൂസ് വരാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ നടക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡില് ശ്രീ VD സതീശൻ ആരുടെയൊക്കെയോ പ്രഷറിന് വിധേയനായിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് നമ്മളുടെ ശിവകുമാറില്ലേ, DK ശിവകുമാറിന്റെ താല്പര്യം ഇതിലുണ്ടോ എന്ന് സംശയം പറയുന്നുണ്ട്. കാരണം ബാംഗ്ലൂരിലാണ് ഡിസ്റ്റിലറികളും മറ്റു കാര്യങ്ങളും ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ആക്കിയാലും മതിയല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമുക്ക് കേൾക്കുന്നുണ്ട്.